ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം. ഞാൻ ആശ. ഇന്ന് നമുക്ക് സ്ക്രിപ്റ്റിംഗ് എഴുതുന്നത് എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ. അതായത് ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്യുന്ന എല്ലാവരും അടിസ്ഥാനമായിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. എന്താണ് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ്, എന്താണ് ഗോൾ ലിസ്റ്റ്, എന്താണ് സ്ക്രിപ്റ്റിംഗ്, എന്താണ് അഫർമേഷൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ പ്രാക്ടീസുകളൊക്കെ എന്താണെന്ന് അർത്ഥമറിഞ്ഞ് പ്രാക്ടീസ് മുന്നോട്ട് കൊണ്ടുപോയി അതൊക്കെ അതിൻ്റെ റിസൾട്ട് നേടിയെടുക്കാൻ സാധിക്കുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ ഒരു വീഡിയോ കണ്ടു കുറേ അഫർമേഷൻ പറയുന്നു, അത് ചെയ്യുന്നു, ഇതൊക്കെ എന്താണെന്നും ഇതെങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിലേക്ക് അത് മാനിഫെസ്റ്റ് ആകുന്നതും ഒക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. അതിനായിട്ടുള്ള വീഡിയോസാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. അതിൽ 2 വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. ഒന്ന് ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുന്നത് വിധം, അതുപോലെ തന്നെ ഗോൾ ലിസ്റ്റ്, അങ്ങനെ ഇത് 3ാമത്തെ വീഡിയോ ആണ്. അതിന് വേണ്ടിയിട്ടുള്ള സ്ക്രിപ്റ്റിംഗ് എഴുതുന്ന രീതി. ഇതിൽ ഗോൾ ലിസ്റ്റ് എഴുതുന്നത് എങ്ങനെയെന്നുള്ള വീഡിയോയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തേക്കാം. നിങ്ങൾ തീർച്ചയായിട്ടും അത് കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരുപാട് സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ ഉണ്ടല്ലേ. അതെല്ലാം നമ്മൾ ഗോൾ ലിസ്റ്റിൽ എഴുതണം എന്ന് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ എല്ലാ ആഗ്രഹങ്ങളും എഴുതിക്കോളൂ. എല്ലാം ഒരു ഗ്രാറ്റിറ്റ്യൂഡ് രൂപത്തിൽ എഴുതിക്കൊള്ളുക കേട്ടോ. ഇനി നിങ്ങൾക്കൊരു ഡ്രസ്സ് വാങ്ങണമെങ്കിലും അതും ഗോൾ ലിസ്റ്റിൽ എഴുതുക. അതിൽ നമ്മൾ ഒരുപാട് സ്വപ്നങ്ങൾ, അതായത് പ്രധാനപ്പെട്ട സ്വപ്നങ്ങൾ ഉണ്ടായിരിക്കും. ഒരു വീട്, അല്ലെങ്കിൽ ഒരു ജോബ്, അല്ലെങ്കിൽ എന്താണ് റിലേഷൻഷിപ്പ് സക്സസ് ആകാനായിട്ട്, അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ കാര്യത്തിന് വേണ്ടിയിട്ട്, ഒരുപാട് ഓരോരുത്തർക്കും അവരുടെ കണ്ണിലൂടെ കാണുന്ന ഓരോ പ്രധാനപ്പെട്ട സ്വപ്നങ്ങളുണ്ടല്ലേ. അതിൽ ഇതുപോലുള്ള പ്രധാനപ്പെട്ട സ്വപ്നങ്ങൾ നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് രൂപത്തിൽ എഴുതിയ കാര്യങ്ങൾ മനസ്സിലെടുക്കുക. എന്നിട്ട് ചിന്തിക്കുക. ഇപ്പോൾ നമ്മളൊരു വീടാണ് നമ്മുടെ സ്വപ്നം, ഏറ്റവും പ്രധാനപ്പെട്ട ആഗ്രഹം. ഒരുപാട് കാര്യങ്ങളുണ്ട്, എല്ലാം കൂടി എനിക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് കുറച്ച് എക്സാമ്പിൾ പറഞ്ഞു തരാം. ഒരു വീടാണ് നിങ്ങളുടെ ആഗ്രഹങ്ങളിൽ. എന്തുകൊണ്ടാണ് നിങ്ങളോട് തന്നെ എന്തുകൊണ്ടാണ് ഞാനൊരു വീട് ആഗ്രഹിക്കുന്നത്? അതിന് പല കാരണങ്ങളുണ്ട്. നിങ്ങളോട് ഉത്തരം പറയുക. എന്തുകൊണ്ട് ഞാനിപ്പോൾ ജീവിക്കുന്ന സാഹചര്യത്തിൽ നിന്നും സമാധാനമായിട്ട് സന്തോഷമായിട്ട് കിടന്നുറങ്ങി എഴുന്നേൽക്കാൻ എനിക്ക് സ്വന്തം വന്ന ഒരു വീട് വേണം അല്ലേ. അപ്പോൾ അങ്ങനെ ഒരുപാട് റീസൺ ഉണ്ടായിരിക്കും നിങ്ങളൊരു വീട് ആഗ്രഹിക്കുന്നതിന്. അപ്പോൾ അത് നിങ്ങളിങ്ങനെ ചോദ്യം ചോദിച്ച് നിങ്ങളോട് തന്നെ ഉത്തരം പറയുക. അതിനുശേഷം ഒരു വീട് സ്വന്തമാക്കി കഴിഞ്ഞാൽ നിങ്ങളിൽ എന്തൊക്കെ മാറ്റങ്ങളുണ്ടാകും? നിങ്ങളുടെ മനസ്സിന് എത്രത്തോളം അത് നിങ്ങളുടെ വികാരമാണ് ചോദിക്കുന്നത്. എത്ര സന്തോഷമായിരിക്കും, അഭിമാനം, സന്തോഷം, ഇതൊക്കെ നിങ്ങളിലേക്ക് വരും അല്ലേ. നിങ്ങളുടെ അധ്വാനത്തിൻ്റെ ഫലമായ സുന്ദരമായ സൗഭാഗ്യം നിറഞ്ഞ വീട് നിങ്ങൾ സ്വന്തമാക്കിയിരിക്കുന്നു. അഭിമാനം നിറഞ്ഞൊരു നിമിഷമാണല്ലേ. അപ്പം അതൊക്കെ നിങ്ങൾ മനസ്സിൽ ശരിക്കും ഞാൻ ആ വീട് സ്വന്തമാക്കിയാൽ എനിക്ക് എൻ്റെ അഭിമാനം അല്ലെങ്കിൽ എൻ്റെ സന്തോഷം എത്ര കാലത്തിൻ്റെ സ്വപ്നമാണ്. ഇങ്ങനെ നിങ്ങളോട് സംസാരിക്കുക. അതുപോലെ തന്നെ ആ ഒരു വീട് സ്വന്തമാക്കിയ നിങ്ങളുടെ പ്രിയപ്പെട്ടവരിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകും. നിങ്ങളുടെ കുഞ്ഞുങ്ങളായിക്കോട്ടെ, വൈഫായിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു നിങ്ങളുടെ പ്രിയപ്പെട്ടവരിൽ എന്തൊക്കെ മാറ്റങ്ങളുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ ആ സന്തോഷ വാർത്ത മറ്റുള്ളവരോട് പറയുമ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിൽ നിന്നും നിങ്ങൾക്ക് കിട്ടുന്ന ആ നന്നായിരിക്കട്ടെ, നിൻ്റെ എത്ര കാലത്തെ സ്വപ്നമാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ പറയുന്നതൊക്കെ നിങ്ങളുടെ മനസ്സിൽ നിങ്ങളൊന്ന് ഇങ്ങനെ ആലോചിച്ച് കൊണ്ട്, അതായത് അതിൻ്റെ ആ ഒരു ഫ്രീക്വൻസിയിലേക്ക് നിങ്ങൾ പോകാനാണ് ഞാൻ ഈ പറയുന്നത്. നിങ്ങൾ ചോദ്യം ചോദിച്ചാൽ നിങ്ങൾ തന്നെ ഉത്തരം കണ്ട് പിടിക്കുക കേട്ടോ. അതിനുശേഷം ഇതെല്ലാം മനസ്സിൽ വെച്ചേക്കുക. ഈ ഒരു വീട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ ലൈഫ് എങ്ങനെയായിരിക്കും? അതിനുള്ളിൽ നിങ്ങളുടെ സന്തോഷം, ആ വീടിനകത്ത് സൗഭാഗ്യം നിറഞ്ഞ സമാധാനമുള്ള ഒരു അന്തരീക്ഷം, ഇങ്ങനെയൊക്കെ നിങ്ങളതിനെ വ്യക്തമായി കണ്ടതിന് ശേഷം ഇത് നിങ്ങൾ കഴിയുന്നതും രാവിലെ സ്ക്രിപ്റ്റിംഗ് എഴുതാൻ ശ്രമിക്കുക. ഒരിക്കലും ഇതിനൊരു സമയമില്ല. എന്നാൽ കൂടിയും രാവിലെ എഴുന്നേറ്റ ഉടനെ ആകുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ അനാവശ്യമായിട്ടുള്ള വേറെ ചിന്തകൾ കയറില്ല. അതിനു മുൻപ് നിങ്ങൾക്ക് എഴുതാം. അപ്പോൾ സമാധാനമായിട്ട് മനസ്സിരിക്കുന്ന ഒരു സമയത്ത് നിങ്ങൾ നല്ല ഡീപ്പ് ബ്രീത്ത് ഇൻ ആൻഡ് ബ്രീത്ത് ഔട്ട്, നല്ലോണം ശ്വാസം ഉള്ളിലേക്ക് എടുത്ത് പുറത്തേക്ക് വിട്ട് മനസ്സിനെ കുറേ കൂടെ ഒന്ന് ശാന്തമാക്കുക. എന്നിട്ട് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അല്ലേ, നിങ്ങൾ വീട് വയ്ക്കുന്നു, നിങ്ങൾ സന്തോഷം, നിങ്ങളുടെ മനസ്സിന് അത്രയ്ക്ക് സന്തോഷവും സമാധാനവും, നിങ്ങളുടെ ഫസ്റ്റ് പൂജ എന്തെങ്കിലും നടക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഗന്ധമൊക്കെ മനസ്സിൽ വരുന്നു. വീട് ഹൗസ് വാമിങ് നടക്കുകയാണ്, എല്ലാവരും നിങ്ങളുടെ ബന്ധുക്കളും നിങ്ങളുടെ സുഹൃത്തുക്കളും എല്ലാവരും ഉണ്ട്. ഓരോ ചടങ്ങ്, അവിടുത്തെ ഗന്ധം, അവിടുത്തെ പെയിൻറ്റിൻ്റെ മണം, ഇതെല്ലാം നിങ്ങളിങ്ങനെ ആസ്വദിച്ച് എല്ലാവരും പറയുന്നു നന്നായിട്ടുണ്ട് വീട്, വളരെ വളരെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്, ഇങ്ങനെയൊക്കെ നിങ്ങൾ അഭിനന്ദിക്കുന്നു. ഇതെല്ലാം ഒന്ന് കണ്ട് ആ ഒരു ഫ്രീക്വൻസിയിൽ നിങ്ങൾ വീട് സ്വന്തമാക്കി കഴിഞ്ഞ ഒരാളുടെ മാനസിക അവസ്ഥയിൽ സന്തോഷത്തിലെത്തുന്നു. എന്നിട്ട് ആ മെഡിറ്റേഷൻ പോലെയാണ്. നിങ്ങളൊന്ന് ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് കൊടുത്ത് കണ്ണടച്ച് ഇതൊക്കെ കാണുന്നുണ്ട്. എന്നിട്ട് കണ്ണ് തുറന്നതിന് ശേഷം അത്രയും സന്തോഷത്തോടു കൂടി നോട്ട്ബുക്കും പേനയും എടുക്കുക.
ഫസ്റ്റ് സെൻറ്റൻസ്. ഇതിപ്പോൾ ഞാൻ പറഞ്ഞത് വീടിൻ്റെ കാര്യത്തിൽ. ഇനി നിങ്ങൾക്ക് ജോബിൻ്റെ കാര്യത്തിലും ചെയ്യാം. ജോബ് ഇങ്ങനെ കിട്ടുന്നതായിട്ടും നിങ്ങൾ ജോബിന് ഫസ്റ്റ് ഡേ പോകുന്നതായിട്ട് സൈൻ ചെയ്യുന്നു. പിന്നെ നിങ്ങൾക്ക് ഫസ്റ്റ് സാലറി കിട്ടുന്നു, ആ സന്തോഷ വാർത്ത വിളിച്ച് പറയുന്നു. നിങ്ങളുടെ ലൈഫ് ഏതൊക്കെ രീതിയിലാണ് മാറുന്നത്. അപ്പം നിങ്ങൾക്ക് ജോലി കിട്ടുമ്പോൾ എൻ്റെ അധ്വാനത്തിൻ്റെ, എൻ്റെ പ്രാർത്ഥനയുടെ ഫലം ഈശ്വരൻ എനിക്ക് നൽകിയിരിക്കുന്നു, ആ ഒരു അഭിമാനമില്ലേ, അതൊക്കെ നിങ്ങൾ ആ ഒരു മനസ്സിൽ കാണുക. അതുപോലെ റിലേഷൻഷിപ്പ് ആണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പിന് നിങ്ങൾ വളരെ സന്തോഷത്തോടു കൂടി ആഗ്രഹിച്ചതിനേക്കാൾ മനോഹരമായൊരു ജീവിതം നേടിയെടുത്ത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിൽ നിന്ന് അല്ലെങ്കിൽ ആ വൈഫിൽ നിന്ന് നിങ്ങൾക്ക് അത്രത്തോളം സ്നേഹം, നിങ്ങളെ മനസ്സിലാക്കുന്നു, നിങ്ങൾ പരസ്പരം മനസ്സ് തുറന്ന് സംസാരിക്കുന്നു, നിങ്ങൾ ആഗ്രഹിച്ചതിനേക്കാൾ, നിങ്ങൾ സ്വപ്നം കണ്ടതിനേക്കാൾ മനോഹരമായൊരു കുടുംബജീവിതമാണ് നിങ്ങളിപ്പോൾ ആസ്വദിക്കുന്നത്. അത്രയും ഗ്രാറ്റിറ്റ്യൂഡോടുകൂടി നിങ്ങൾ മനസ്സിന് കണ്ടതിന് ശേഷം എഴുതുക. ഇനി നിങ്ങളൊരു കാറോ വാഹനമോ ആണെങ്കിൽ, വേറെ ഏതെങ്കിലും വാഹനങ്ങളാണെങ്കിൽ അത് വാങ്ങി അതിനുള്ളിലിരുന്ന് നിങ്ങൾ യാത്ര പോവുകയാണ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ പോകുന്നു, എല്ലാവരും നിങ്ങളുടെ വാഹനത്തെക്കുറിച്ച് നല്ല അഭിപ്രായം പറയും. ഇതെല്ലാം അത് നേടിയെടുത്ത് കഴിഞ്ഞതിൻ്റെ ഫീലിംഗ് കിട്ടാൻ, അതുപോലെ ആ കാറിനകത്തുള്ള ഒരു മണം, അല്ലെങ്കിൽ കാറിൽ നിങ്ങൾ മനസ്സുകൊണ്ട് അതിൻ്റെ ഓരോ ഭാഗങ്ങളിൽ ടച്ച് ചെയ്യുന്നത് പോലും നിങ്ങൾക്ക് കൈകൊണ്ടത് അറിയാൻ, അവിടെ സ്പർശിക്കുന്നത് അറിയാൻ സാധിക്കണം. സന്തോഷകരമായിട്ട് ആ കാറിനുള്ളിൽ നിങ്ങൾ എന്താണ് കുഞ്ഞു പാട്ടൊക്കെ പാടിയൊക്കെ ഇരിക്കുന്നത്, അതൊക്കെ ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾ അറിയാതെ പുഞ്ചിരിക്കും. അതാണ് ആ ഫ്രീക്വൻസി, അത് നേടിയെടുത്ത് കഴിഞ്ഞ ഒരാളുടെ ഫ്രീക്വൻസി. ഓക്കെ, ഇത്തരത്തിൽ നിങ്ങൾ മനസ്സിൽ കണ്ടതിന് ശേഷം ആ ഒരു മെഡിറ്റേഷൻ നിന്ന് ഉണർന്നിട്ട് സന്തോഷത്തോടു കൂടി ആദ്യം ഒരു താങ്ക് യു സോ മച്ച് യൂണിവേഴ്സ്, ഞാൻ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഈ ഗ്രാറ്റിറ്റ്യൂഡ് അങ്ങേക്ക് എഴുതുന്നത്, വളരെ വളരെ സന്തോഷത്തോടു കൂടി. നിങ്ങൾക്ക് എത്രത്തോളം സന്തോഷം അത് പ്രകടിപ്പിക്കാൻ വാക്കുകളിലൂടെ സാധിക്കുന്നു അത്രത്തോളം നിങ്ങൾ എഴുതുക. കാരണം ആ ഫീലിംഗ് ആണ് അവിടെ വരുന്നത്. അത്രയും ഞാൻ ആഗ്രഹിച്ചതുപോലെ, ഞാൻ ആഗ്രഹിച്ചത് എന്തോ അതിലും നല്ല രീതിയിലൊരു മികച്ചതായൊരു വീട് എനിക്ക് സ്വന്തമാക്കാൻ സാധിച്ചിരിക്കുന്നു. ആ വീട്ടിലിരുന്നു കൊണ്ട് വളരെ സന്തോഷത്തോടെ അഭിമാനത്തോടെയാണ് ഞാൻ അങ്ങേക്ക് ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുന്നത്. അത്രയ്ക്കും അനുഗ്രഹീതയാണ് ഞാൻ. എൻ്റെ വീട്ടിൽ നിങ്ങൾ അടുത്ത ദിവസത്തിലായിരുന്നു അല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ചയിലായിരുന്നു എൻ്റെ വീടിൻ്റെ ഹൗസ് വാമിങ്. വന്നവർക്ക് എല്ലാവർക്കും വീട് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. വളരെ ഐശ്വര്യവും സമാധാനവും ഉള്ള ഈ ഒരു വീട് എനിക്ക് നൽകി അനുഗ്രഹിച്ചതിന് ഞാൻ എന്നും അങ്ങയോട് കടപ്പെട്ടിരിക്കുന്നു. എൻ്റെ ഗ്രാറ്റിറ്റ്യൂഡ് ഞാൻ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അത്രയ്ക്കും സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഇതെഴുതുന്നത്. പിന്നെ നിങ്ങൾക്ക് വിശദീകരിക്കാം എന്താണ്, എനിക്കിപ്പോൾ വളരെയധികം നിങ്ങളുടെ ഫീലിംഗ്, നിങ്ങൾക്ക് വളരെയധികം അഭിമാനമുണ്ട്, സന്തോഷമുണ്ട്. ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്ന ഒരു വീട്ടിൽ സമാധാനത്തോടും സന്തോഷത്തോടും അഭിമാനത്തോടും കൂടി ജീവിക്കുന്ന ഒരു നിമിഷം അത് ഞാൻ ഇന്ന് അനുഭവിച്ചു കൊണ്ടേയിരിക്കുകയാണ്. എന്നിട്ട് നിങ്ങൾക്ക് ഫ്ലോറിൻ്റെ കാര്യമോ അല്ലെങ്കിൽ ഭിത്തിയിലെ പെയിൻറ്റിൻ്റെ കാര്യമോ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ആ വീട് നിങ്ങൾ സ്വന്തമാക്കി എന്ന തെളിവിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അതിന് കൂടുതലായിട്ടിട്ട്, അല്ലെങ്കിൽ ആ ഹൗസ് വാമിങ് ഡേയുടെ അന്ന് നിങ്ങൾ വെച്ച സദ്യയുടെ വിശദീകരണങ്ങളോ, എല്ലാവരും ആ ഭക്ഷണത്തെക്കുറിച്ച് വളരെ നല്ല അഭിപ്രായം പറഞ്ഞു, അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഉൾപ്പെടുത്താം. ഓക്കെ, ഇതാണ്. ജോബിൻ്റെ ആണെങ്കിൽ ഞാൻ മുമ്പ് വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, അത്രയും മനോഹരമായിട്ട് ആ ജോബ് ഫസ്റ്റ് സാലറി വാങ്ങിച്ച് ആ സാലറി കൊണ്ട് നിങ്ങൾ ആർക്ക് പാർട്ടിയൊക്കെ നടത്തുന്നതും എല്ലാവരും നിങ്ങളെ അഭിനന്ദിക്കുന്നതും നിങ്ങൾ ചെവി കൊണ്ട് കേൾക്കുക. നിങ്ങളതൊക്കെ അങ്ങനെ ആ രീതിയിൽ താങ്ക് യു. ഈ ആദ്യത്തെ സ്റ്റാർട്ടിങ് ഗ്രാറ്റിറ്റ്യൂഡ് കൊണ്ട് തന്നെ തുടങ്ങുക കേട്ടോ. അതിനകത്ത് എഴുതുക, എനിക്കിപ്പോൾ വളരെ സന്തോഷമുണ്ട്, എനിക്ക് നല്ല സാലറി ലഭിക്കുന്നുണ്ട്, ഇനി എൻ്റെ ആഗ്രഹങ്ങളൊക്കെ എനിക്ക് നേടിയെടുക്കാൻ സാധിക്കും, എനിക്ക് വീട് വയ്ക്കണം, എനിക്ക് കാറ് വാങ്ങണം, സന്തോഷമായിട്ട് ജീവിക്കണം, ഇതെല്ലാം നടക്കുന്ന പരിപൂർണ്ണ വിശ്വാസം എനിക്കുണ്ട്. അങ്ങനെയൊക്കെ നിങ്ങൾ ഉൾപ്പെടുത്തിക്കുക. ഇനി നിങ്ങൾക്ക് ആ ഒരു ജോബ് വാങ്ങി അതിൻ്റെ ഗ്രാറ്റിറ്റ്യൂഡ് പറയാനായിട്ട് ആരെങ്കിലും കാണാൻ പോകണമെന്ന് ആഗ്രഹമുണ്ട്, അവരെയൊക്കെ കണ്ടുപോയി അവരുടെ അനുഗ്രഹം നേടി, അങ്ങനെയൊക്കെ കൂടെ എന്ന് വെച്ചാൽ ഇത് സത്യമാണെന്ന് അവിടെ തെളിവ് സഹിതം പറയുകയാണ് നമ്മൾ കേട്ടോ. അതുപോലെ റിലേഷൻഷിപ്പിലാണെങ്കിൽ ഞാൻ താങ്ക് യു സോ മച്ച്, അതും ആദ്യം അങ്ങനെ എഴുതുക. വളരെ വളരെ സന്തോഷത്തിലാണ്, ഞാൻ എത്രത്തോളം എൻ്റെ കുടുംബജീവിതം സന്തോഷകരമായിട്ട് മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിച്ചു അതിനേക്കാൾ സന്തോഷത്തിലാണ് ഞാനിപ്പോൾ. ഞങ്ങൾ പരസ്പരം നല്ലോണം മനസ്സിലാക്കുന്നുണ്ട്, പരസ്പരം റെസ്പെക്റ്റ് കൊടുക്കുന്നുണ്ട്, പരസ്പരം അംഗീകരിക്കുക, അല്ലെങ്കിൽ മനസ്സ് തുറന്ന് സംസാരിക്കുക, നമ്മളെ കേൾക്കുക, നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ പരസ്പരം സുഹൃത്തുക്കളായിട്ട് മാറുക. ഇങ്ങനെയുള്ളത് എല്ലാ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആഗ്രഹിക്കുന്നില്ല. നിങ്ങളെന്താണോ ആഗ്രഹിക്കുന്നത് അത് നിങ്ങളെ നേടിയെടുത്ത് കഴിഞ്ഞു എന്നുള്ള രീതിയിൽ എഴുതുക. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരിക്കലും നിങ്ങളിലൊരു തെറ്റുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ലൈഫ് പാർട്ട്ണറുടെ മേൽ ഏൽപ്പിച്ചിട്ട് അവരെ
തിരുത്താനായിട്ട് ശ്രമിച്ചൊരിക്കലും എഴുതരുത്. പണി കിട്ടും നിങ്ങൾക്ക്. അതുകൊണ്ട് ന്യായവും നീതിയുക്തവുമായിട്ടുള്ള കാര്യങ്ങൾക്ക് സ്ക്രിപ്റ്റിങ്ങോ ഏത് പ്രാക്ടീസ്, അതുപോലെ ലോ ഓഫ് അട്രാക്ഷൻ്റെ ഒരു പ്രാക്ടീസും നിങ്ങളുടെ തെറ്റുകളെ മറന്നുകൊണ്ട് മറ്റൊരാളെ തിരുത്താൻ ശ്രമിക്കരുത്. ആദ്യം നിങ്ങളുടെ തെറ്റുകൾ തിരുത്തി ശരിയായതിന് ശേഷം മാത്രം മറ്റൊരാളിൽ മാറ്റം വരാൻ ശ്രമിക്കും. ഇപ്പം നിങ്ങൾക്ക് ദേഷ്യം കൂടുതലുണ്ടെങ്കിൽ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് പ്രാക്ടീസ് ചെയ്യുക. എൻ്റെ മനസ്സിന് എപ്പോഴും സമാധാനം ലഭിച്ചുകൊണ്ടേയിരിക്കുന്നതിന് നന്ദി, പ്രാക്ടീസൊക്കെ ചെയ്യുക. ഒപ്പം അദ്ദേഹത്തിനും അല്ലെങ്കിൽ നിങ്ങളുടെ ആ വൈഫിനും അതേപോലെ സമാധാനമുണ്ട്. ഇപ്പോൾ എന്ത് പറഞ്ഞാലും കാര്യങ്ങൾ വളരെ പക്വതയോടുകൂടി കേൾക്കുന്നുണ്ട്, ഞാൻ പറയുന്നതൊക്കെ ശരിയായ രീതിയിൽ ഉൾക്കൊണ്ടുകൊണ്ട് ചെയ്യുന്നുണ്ട്, ഞങ്ങൾ രണ്ടുപേരും ഒരുപോലെ കുടുംബത്തിൽ ഒരുപോലെ എല്ലാ കാര്യങ്ങളും ചെയ്ത് സന്തോഷത്തോടു കൂടി മുന്നോട്ട്, അതായത് ഒരു വീട്ടിൽ ഒരു അഭിപ്രായം പോലും ഈക്വലായിരിക്കും. സ്ത്രീക്കും പുരുഷനും ഒരേ അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കും. അതിൽ നല്ലത് സെലക്ട് ചെയ്ത് നമുക്ക് മുന്നോട്ട് പോവാം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള വിശദമായിട്ട് നിങ്ങളുടെ തലത്തിൽ നിങ്ങൾ എന്താണോ ഒരു കുടുംബജീവിതത്തിൽ നിന്നും കിട്ടാതെ വിഷമിക്കുന്നത് അതെല്ലാം, അതായത് നിങ്ങളിൽ നിന്ന് വ്യക്തിക്കൊരു വാല്യൂ കിട്ടുന്നുണ്ട്, നിങ്ങളെ കേൾക്കാൻ ഒരാളുണ്ട്, നിങ്ങളെ മനസ്സിലാക്കും, നിങ്ങൾ പരസ്പരം മനസ്സിലാക്കിക്കൊണ്ട് സന്തോഷമായിട്ട് ജീവിക്കുന്നു. ആ ഒരു രീതിയിൽ നിങ്ങൾ നല്ലോണം സ്ക്രിപ്റ്റിംഗ് എഴുതുക. എന്നിട്ട് എല്ലാ ഏത് സ്ക്രിപ്റ്റിംഗ് എഴുതിയാലും ഏറ്റവും അവസാനം വീണ്ടും നിങ്ങൾ എഴുതുക, താങ്ക് യു സോ മച്ച് യൂണിവേഴ്സ്, ഇതെല്ലാം അങ്ങയുടെ അനുഗ്രഹങ്ങൾ കൊണ്ട് മാത്രമാണ് ഇത്രയും അത്ഭുതകരമായൊരു ജീവിതം, എനിക്ക് ഇത്രയും മാറ്റം എൻ്റെ ജീവിതത്തിലേക്ക് വന്നത്. ഈ ജീവിതം മുഴുവനും ഞാൻ അങ്ങയോട് ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളവനായിരിക്കും എന്ന് പറഞ്ഞിട്ട് കുറേ തവണ ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുക. കാരണം അത്രയും സന്തോഷം നിങ്ങളുടെ മനസ്സിൽ വരണം, അതിന് ഗ്രാറ്റിറ്റ്യൂഡ് എഴുതണം. എന്നിട്ട് നിങ്ങളത് അവസാനിപ്പിക്കുക. ഈ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് നിങ്ങൾ 1-2 ആഴ്ചയെങ്കിലും രാവിലെയും വൈകിട്ടും ഒന്ന് വായിക്കുമ്പോൾ അത് ശരിക്കും നിങ്ങൾ അനുഭവിക്കുന്നതായിട്ടൊന്ന് ഫീൽ ചെയ്ത് തന്നെ വായിക്കാൻ ശ്രമിക്കുക. 2 ആഴ്ച കഴിയുമ്പോൾ പിന്നെ നിങ്ങൾ മറന്നു പോയാലും കുഴപ്പമില്ല. പക്ഷെ ആ ഒരു വായിക്കും തോറും അത് നിങ്ങളുടെ മനസ്സിലിങ്ങനെ പതിയണം. ആ ഓരോ കാര്യങ്ങളും ഒരു സിനിമാ കഥ പോലെ നിങ്ങൾ അതിൽ ജീവിക്കണം. അത് നിങ്ങളുടെ ജീവിതമായിട്ട് നിങ്ങൾ അനുഭവിച്ച് മനസ്സിൽ പതിയുന്ന സമയം നിങ്ങൾ ചിലപ്പോൾ അത് വായിക്കാൻ മറന്നു, പിന്നെ കുഴപ്പമില്ല കേട്ടോ. രാവിലെയും വൈകിട്ടും കഴിയുന്നതൊന്ന് വായിക്കാൻ ശ്രമിക്കുക. സ്ക്രിപ്റ്റിംഗ് നിങ്ങൾക്ക് ഒരു കാര്യത്തിന് ഒരു സ്ക്രിപ്റ്റിംഗ് ഒറ്റ തവണ സ്ക്രിപ്റ്റിംഗ് എഴുതി, ഇനി നിങ്ങൾ സ്ക്രിപ്റ്റിംഗ് എഴുതി വെച്ചു, അതിൽ മാറ്റം വരുത്തണം, ഇത് വേണ്ട, മറ്റൊരെണ്ണം ഒരു ആവശ്യത്തിന് വേറൊരു സ്ക്രിപ്റ്റിംഗ് എഴുതണം എന്നുണ്ടെങ്കിൽ ആ രണ്ടാമത്തെ സ്ക്രിപ്റ്റിംഗ് എഴുതി കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ആദ്യം എഴുതിയതിന് നല്ലോണം ഒന്ന് ക്രോസ് ചെയ്ത് വെട്ടിക്കളഞ്ഞിട്ട് നിങ്ങളത് കത്തിച്ച് കളയോ വെള്ളത്തിൽ ഒഴുക്കി കളയോ ചെയ്യാം. ഓക്കെ, എന്നിട്ട് ഇതിനെ സൂക്ഷിക്കുക. ഒരു ദിവസം നിങ്ങൾക്ക് എത്ര സ്ക്രിപ്റ്റിംഗ് വേണമെങ്കിലും എഴുതാം, ഏത് കാര്യത്തിന് വേണമെങ്കിലും എഴുതാം. നിങ്ങൾക്ക് എന്തെങ്കിലും സാധനങ്ങൾ കഴിക്കാൻ ആഗ്രഹം, അതിനും വേണ്ടിയിട്ട് എഴുതിയെന്നുകൊണ്ട് ഒരു കുഴപ്പമില്ല കേട്ടോ. ഞാൻ പിന്നെ പ്രധാനപ്പെട്ട കാര്യങ്ങളെ എടുത്തു പറഞ്ഞു എന്നേ ഉള്ളൂ. പിന്നെ ഗ്രാറ്റിറ്റ്യൂഡ്, അതായത് നിങ്ങൾ ഈ സ്ക്രിപ്റ്റിംഗ് എഴുതുന്ന കാര്യങ്ങൾ ഉറപ്പായിട്ടും അത് നടക്കും. അത് നടന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ ബുക്കിൽ കുറേ ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുക. താങ്ക് യു സോ മച്ച് അതിൻ്റെ താഴെ ഒന്നുകൂടെ എഴുതുക. കാരണം അത് സങ്കല്പത്തിൽ എഴുതിയതാണെങ്കിലും പിന്നീട് അത് മാനിഫെസ്റ്റ് ആകുമ്പോൾ യഥാർത്ഥത്തിലും കൂടെ ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുക. പിന്നെ ആ ബുക്ക് ആ പേപ്പർ വലിച്ചു കയറി കത്തിക്കാനൊന്നും നിൽക്കേണ്ട, അതിരുന്നോട്ടെ. എന്നാണോ ആ ബുക്ക് എഴുതി കുറേ സ്ക്രിപ്റ്റിംഗ് അതിൽ എഴുതിയിട്ടുണ്ടാവുമല്ലോ, എല്ലാം കൂടി ഒരു ദിവസം നിങ്ങൾക്ക് ഒന്നുകിൽ അത് ഓരോ പേജുകളായിട്ട് ഇളക്കിയിട്ട് നിങ്ങൾക്ക് വെള്ളത്തിൽ ഒഴുക്കി കളയാം, അല്ലെങ്കിൽ കത്തിച്ച് കളയാം. ഏതാണോ നിങ്ങളുടെ സൗകര്യം അതനുസരിച്ച് ചെയ്യുക. അതുവരെ നിങ്ങൾക്കത് സൂക്ഷിക്കാം കേട്ടോ. മാനിഫെസ്റ്റ് ആകുന്നതനുസരിച്ച് കീറി കത്തിച്ച് കളയോ അങ്ങനെയൊന്നും നോക്കണ്ട, അതങ്ങനെ തന്നെ ഇരുന്നോട്ടെ. നിങ്ങളുടെ സ്വപ്നങ്ങളാണ്, അത് നിങ്ങൾ നേടിയെടുത്തതാണ്. നിങ്ങൾക്ക് വായിക്കുമ്പോഴും നിങ്ങൾക്ക് വീണ്ടും വീണ്ടും നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ പവർ വർദ്ധിക്കുകയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും സ്ക്രിപ്റ്റിംഗ് എഴുതിക്കോളൂ, തീർച്ചയായിട്ടും നിങ്ങൾക്കത് മാനിഫെസ്റ്റ് ആകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനി നിങ്ങൾക്ക് സെപ്റ്റംബർ മാസം 21-ാം തീയതി നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിൻ്റെ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതായത് അതിനകത്ത് മെഡിറ്റേഷനും അതുപോലെ തന്നെ പവർഫുള്ളായിട്ടുള്ള പല മാനിഫെസ്റ്റേഷൻ മെത്തേഡുകളും ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസും ഒരുപാട് ലോ ഓഫ് അട്രാക്ഷൻ്റെ പ്രാക്ടീസുകൾ നിങ്ങൾക്കറിയാമല്ലോ. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളെയും സ്വാധീനിക്കുന്ന രീതിയിലുള്ള, ഇപ്പോൾ റിലേഷൻഷിപ്പിലായിക്കോട്ടെ, മണിക്ക് വേണ്ടിയിട്ടായിക്കോട്ടെ, ജോബിന്, എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിച്ചിട്ടുള്ള പ്രാക്ടീസുകൾ അതിനകത്തുണ്ട്. നിങ്ങൾക്ക് ക്ലാസ്സിൽ ചേരാൻ താല്പര്യമുണ്ടെങ്കിൽ ഫീസും മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞു തരാം. അതിനായിട്ട് ഞാനൊരു വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് താഴെ ഞാൻ കൊടുത്തേക്കാം. നിങ്ങൾ ഒന്നുകിൽ ആ ഒരു ലിങ്ക് വഴി വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് കയറുക, അല്ലെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്, അതിലേക്ക് എനിക്ക് മെസ്സേജ് അയച്ചോളൂ, ക്ലാസ്സിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് പറഞ്ഞു തരാം. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ തീർച്ചയായിട്ടും പ്രാക്ടീസ് ചെയ്യുക. നിങ്ങളുടെ ലൈഫിൽ എല്ലാ നന്മകളും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. അടുത്ത വീഡിയോ കാണുന്നത് വരെ ബൈ.